പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്ന് വയനാട്ടിൽ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണെന്നാണ് ഭരണകർത്താക്കളും എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു കണ്ണുണ്ടാവുമല്ലോ, ഒരു കൈ ഉണ്ടാവുമല്ലോ. ആ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ മുതൽ അവൻ ജോലി ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും ജനങ്ങളെ, ഇത്രയും മനുഷ്യരെ കുരുതിക്ക് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലും നാളെ ഇനി അവിടെ ജോലി ചെയ്യാൻ പാടില്ല. അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ നഷ്ടപരിഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഫ്രോഡുകളാ കുറച്ച് ലാഭത്തിന് വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്യുന്ന ദുരന്തം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. ഇന്നത്തെ ആ ദുരന്തം കണ്ടപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലായില്ലേ? അതായത് CCTV-യിലൂടെ വരുന്ന ആ ഒരു ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രക്ഷപ്പെടുന്ന ആളുകൾ, അതായത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ടാങ്കർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. ഒരു ടാങ്കർ ലോറി അങ്ങനെ എടുത്തെറിയണമെങ്കിൽ അതിൻ്റെ ശക്തി എത്രയായിരിക്കും? അപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഒന്നുമല്ല മനുഷ്യരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴുക്കൾ പോലും അല്ല. അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതവിടെ ഉള്ള മണ്ണാണ്. ഇനി ഇതും അവിടുന്ന് ഇടിഞ്ഞു വന്നതാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. ഇടിഞ്ഞു വന്നതാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീണ്ടും ഒരു ദുരന്തം വയനാട്ടിലുണ്ടായെന്ന്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ പോലും വെറുതെ വിടാൻ പാടില്ല. അത്രമാത്രം ചെറ്റത്തരം തന്നെയാണ് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 2 വർഷം മുമ്പ് ഷീരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ. അവിടെ ഇപ്പം ഭീതിയിലാണ്. അതായത് ആ ഒരു സ്ഥലം ഇപ്പോഴും ഭീതിയിലാണെന്നാണ് പറയുന്നത്. അവിടെ അന്ന് അർജുൻ എന്ന് പറയുന്ന ആളുടെ ലോറി, ആ ലോറി എടുത്തെറിയപ്പെട്ടിട്ടുണ്ടാകും, പുഴയിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആരും വിശ്വസിച്ചിട്ടില്ല. അതായത് എല്ലാവരും പറഞ്ഞത് മണ്ണ് ഇടിഞ്ഞു വന്ന് അതിൻ്റെ മുകളിൽ വീണതായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ദുരന്തം നമ്മൾ ഇപ്പോഴും ഈ ഒരു CCTV കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൽ എത്രമാത്രം ഭീകരമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു ലോഡ് വണ്ടി, അതായത് വലിയ മരങ്ങൾ കയറ്റിയ ലോറി അതുപോലെ വന്ന് പുഴയിലേക്ക് അടിക്കണമെങ്കിൽ എത്രമാത്രം പവറായിരിക്കും അതിന്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെന്ന് പറഞ്ഞാൽ വയനാട്ടിലുണ്ടായ മേപ്പാടിയിലുണ്ടായ ദുരന്തം തന്നെ, അന്ന് ആ ഒരു മണ്ണിടിച്ചൽ, അതുപോലത്തെ ഉരുൾപൊട്ടൽ, ആ ഒരു സംഭവമൊക്കെ എത്ര ഭീകരമായിരിക്കും എന്ന് നമ്മൾ ഈ ഒരു സംഭവം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അതിൻ്റെ ഭീകരത മനസ്സിലാകണമെങ്കിൽ ഈ ഒരു CCTV ദൃശ്യങ്ങൾ കണ്ടാൽ മതി. അത്രത്തോളം ഭീകരമായ ഒരവസ്ഥ തന്നെയാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണക്കാരായി ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു കുറച്ച് മനുഷ്യരുടെ ജീവൻ പോയി, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റു. ഒരുപക്ഷെ ഒരു നാട് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായേനെ. അതെന്തുകൊണ്ടാണ്? പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇതുപോലെ മണ്ണ് വെക്കരുത്, അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ജോലി ചെയ്യരുത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ ആൾക്കാരുടെ പണത്തിൻ്റെ കൊതി കൊണ്ട് മാത്രം ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേടിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇവർക്ക് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ, ഇവർക്ക് കൃത്യമായിട്ട് ആര് അനുമതി കൊടുത്തു? ഇങ്ങനെയുള്ള സമയത്ത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ, അവരെയാണ് ആദ്യം പിടികൂടേണ്ടത്. അവർ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാണ് അനുമതി വാങ്ങിക്കുന്നത് എന്ന് ഇന്നൊരു ന്യൂസ് ചാനലിൽ കണ്ടു. അതായത് അവിടെ മഴ പെയ്യുമ്പോഴും മഴയില്ല, അവിടെ പണിക്കാർ വെറുതെ ഇരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കള്ളത്തരത്തിലൂടെ പറഞ്ഞിട്ട് ഇതുപോലെ ഈ ജോലി ചെയ്യാൻ വേണ്ടി അനുമതി നേടാറുണ്ട്. പക്ഷെ അതുപോലും തന്നെ ആരാണ് കൊടുക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്? ഇതിൻ്റെ ലാഭം എന്താണ്? ഇതിൻ്റെ പണക്കൊഴുപ്പ് എന്താണ്? അതായത് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇന്ന് ഇതുപോലൊരു ദുരന്തം വരും എന്നറിഞ്ഞുകൊണ്ട് തങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, തങ്ങളൊക്കെ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള കുറച്ച് പാവങ്ങൾ മരിച്ചാൽ എന്താ എന്നുള്ള നിലയിലേക്ക് ആരാണ് എത്തിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ കളികളുണ്ട്, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവറ്റകളൊന്നും ഇനി പുറലോകം കാണരുത്, എല്ലാത്തിനെയും പിടിച്ച് ജയിലിടുക വേണ്ടത്. അതാ വേണ്ടത്. അതായത് ഈ ഇത്രയും മഴ, ഈ കോരിച്ചൊരിയുന്ന മഴ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് രാവിലെ മുതലെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി മുതലെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ മഴയാണ്. അപ്പോൾ എല്ലാവരും ഭീതിയോടുകൂടി തന്നെയാണ് വീണ്ടും വീണ്ടും അവിടെ ജീവിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം നമ്മുടെ വയനാട്ടുകാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയാണ്. ഏത് മുഖത്തും കാണാം ദയനീയമായിട്ടുള്ള ഭീതികൾ. വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഭയമാണ് ഇപ്പോൾ. ആ മേപ്പാടി ചൂരൽമല ദുരന്തം നടന്നതിൽ പിന്നെ വയനാട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭയമുണ്ട്. ആ ഭയം തന്നെയാണ് നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലും കാണാറുണ്ട്.
അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ തന്നെ ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലുള്ളൊരു വീണ്ടും ഒരു ദുരന്തം വരാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലക്ക് നിർത്തണം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാം. അതുമാത്രവുമല്ല, ആ ഒരു ഭീകരാവസ്ഥ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. വയനാട് മേപ്പാടി ചൂരൽമലയിൽ സംഭവിച്ച ദുരന്തം അത് നമ്മളെല്ലാവരും പലരും പറയുന്നു ഇതുപോലെയാണ് വന്നത്. അതിങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ലാഘവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമോ? പക്ഷെ ഇന്ന് ആ ഒരു ഭീകര ദൃശ്യം നമ്മളെല്ലാവരും ആ ഒരു ക്യാമറ വഴി കണ്ടു. ഒരു സ്ത്രീയും ഒരു പുരുഷനും, അതായത് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു, അവരെടുത്തെറിയുന്നത് പോലെയാണ് വന്നത്. അതുപോലെ തന്നെ മറ്റു രണ്ടുപേര് വേറെയും. ആ ലോറിക്കാർ എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭയപ്പെടുത്തുന്ന കാഴ്ച എന്നൊക്കെ പറയുന്നില്ലേ? അവിടെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്, എന്താ ചെയ്യുക? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് പോകില്ലേ? അതുമാത്രവുമല്ല, ഒരു ലോറി ഇങ്ങനെ വരുന്ന സ്വപ്നത്തെ പോലും മറ്റുള്ളവർ കരുതുന്നില്ല. ആ ലോറി അവിടെ നിർത്തിയ ലോറി ഇങ്ങോട്ട് വരുന്ന ഒരാൾ പോലും കരുതുന്നില്ല. പക്ഷേ അതിനെ ശക്തിയോട് കൂടിയിട്ട് എടുത്തെറിയണമെങ്കിൽ അതിൻ്റെ ഫോഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ കൂട്ടിയിട്ട മണ്ണാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള മണ്ണുകൾ അവിടെ കൂട്ടിയിട്ട ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അതിന് അനുമതി കൊടുത്തത് ആരാണ്? ഇവറ്റകൾ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറലോകം കാണരുത്, അവന്മാർ സർവീസിലും ഉണ്ടാകരുത്. നാളെ മുതൽ തന്നെ പിച്ചച്ചട്ടി എടുത്തിട്ട് അവന്മാർ ജീവിക്കണം. അതാ വേണ്ടത്. എന്നാലും മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. മനുഷ്യജീവന് പുല്ലുവില നൽകുന്ന ഇവനെ പോലെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നിലക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട എന്താ പറയുക ഭരണകർത്താക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായ കാര്യം തന്നെയാണ്. വയനാട് പോലെയുള്ള ഈ ജനങ്ങളൊക്കെ ഭീതിയോടുകൂടി ജീവിക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. അത് ഓർമ്മ വേണം. അവർക്ക് മഴ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോഴേ അവർക്ക് അവിടെ ഭയമാണ്. കാരണം എന്താ? അവർക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് എന്താ? മുണ്ടക്കൈ ചൂരൽമല ആ ഒരു പ്രദേശത്തെ തന്നെയാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ മഴയത്ത് അവർക്ക് ഇപ്പോഴും കിടന്ന് ഉറങ്ങാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള ആ ഒരു മേപ്പാടി, അതിനടുത്ത് തന്നെയാണ്, മേപ്പാടിയിലേക്ക് തന്നെയാണ് വീണ്ടും ഒരു വലിയൊരു ദുരന്തം കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ പുറകിൽ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ഇതിൻ്റെ പുറകിൽ ആരാണ്? എന്തുകൊണ്ട് ഇവരൊന്നും ഇതിനു വേണ്ടി ശ്രമിച്ചില്ല? ഈ ഒരു മണ്ണ് മാറ്റാൻ എന്തുകൊണ്ട് ഇവർ ശ്രമിച്ചില്ല? അങ്ങനെയുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടണം. അതാണ് വേണ്ടത്. അവൻ നാളെ മുതൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് വരെ മരവിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം അഹന്തതയല്ലേ കാണിച്ചത്? അതായത് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള കാരണം ആ മണ്ണ് കൂട്ടിയത് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മല പൊട്ടിയതൊന്നുമല്ല, ആ മണ്ണ് കൂട്ടിയതാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. വാർത്തയിലും നമ്മൾ അതാണ് കേട്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് കാരണക്കാരനായവർ. അപ്പോൾ ഓരോ ദുരന്തം വരുമ്പോഴും അത് വന്നു കഴിഞ്ഞതിന് പിന്നെ നമ്മളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾ കാണണമെങ്കിൽ ആ CCTV കണ്ടില്ലേ? എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ വയനാടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ ദിവസവും അവർ ചെയ്യുന്ന, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.